സ്വാമി സ്വാമി ദേ വന്നു. ഫയലടിക്കാനുള്ള സാധനങ്ങളും വന്നു, ആളുകളും വന്നു, പണിയും തുടങ്ങി. കോളനിയുടെ അടിത്തറ ഇളകി തുടങ്ങിയടോ. ഇനിയാണ് ഈ കൃഷ്ണമൂർത്തിയെ കോളനിക്കാർ ശരിക്കും അറിയാൻ പോകുന്നത്. നിർത്താനല്ലേ പറഞ്ഞത്? ഈ ഭൂമിയിൽ ഇങ്ങനെ അടിക്കാനും ഇടിക്കാനൊന്നും പറ്റില്ല. തൊട്ടടുത്ത് 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയാണ്. ഇവിടെ ഇങ്ങനെ ഫയലടിക്കാൻ പറ്റില്ല. ഇവിടെ കോളനി ഉണ്ടെന്ന് വെച്ച് ഞങ്ങൾക്ക് കൺസ്ട്രക്ഷൻ നടത്തണ്ടേ? ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ നിർത്താൻ പറയണം. കമ്പനി പറയാൻ നിർത്താൻ പറ്റില്ല. കമ്പനി താരം താഴെ കാണിക്കുന്നത്. സ്വാമി കമ്പനിക്കാരുമായിട്ട് പോയി ബഹളമായി. അവരുടെ പണി നമ്മൾ തടയണമെന്ന്. അവിടെ പണി നടത്താൻ പാടില്ല എന്ന്. ആ സ്വാമിയെ വേഗം ഒതുക്കില്ലെങ്കിൽ പോലീസും പട്ടാളൊക്കെ കോളനിയിലേക്ക് വരും. എനിക്ക് കോളനിയില് സ്വന്തക്കാരും ബന്ധക്കാരും ആരുമില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു അപകടം വരുമ്പോ ഞാൻ കൈ കെട്ടി നോക്കിക്കണോ? നിങ്ങൾക്കറിയില്ല, ഇവർ ഈ ഇടിക്കുന്ന ഓരോ ഇടിയും നമ്മുടെ കോളനിയിലെ കെട്ടിടങ്ങളുടെ അടുത്താണ് ഇളക്കുന്നത്. 10-50 കൊല്ലം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ആ കോളനിയിലുള്ളത്. അടുത്ത ഭൂമിയിൽ പൈലിംഗ് ഉണ്ടെന്ന് വെച്ച് പാതാളം വരെ ഇങ്ങനെ ഇടിച്ചു കുലിക്കാൻ ആ കെട്ടിടങ്ങൾ അത് താങ്ങില്ല, അത് ഇടിഞ്ഞു വീഴും. ഒടുവിൽ ഒരു രാത്രി വെളുക്കുന്നത് ഈ കോളനിയെ ശവപ്പറമ്പാക്കിയിട്ടായിരിക്കും. ഞാനീ പറയുന്നത് നുണയാണെങ്കിൽ അവര് പറയട്ടെ. പൈലിംഗ് കൊണ്ട് ഇവിടുത്തെ കെട്ടിടങ്ങളുടെ അടിത്തറ ഇളകിയില്ലെന്ന് അവര് പറയട്ടെ. അവരോട് ചോദിക്കേ. അല്ല നിർത്തി. കൃഷ്ണമൂർത്തിക്ക് കൃഷ്ണമൂർത്തി 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 റാവുത്തർക്ക് ജയ്. ഇരുമ്പ് ജോണിക്ക് ത്രാങ്കിക്ക് അയാള് പതിനെട്ടാണ് നമ്മൾ പൈലിംഗ് തുടങ്ങിയത്. എന്നിട്ട് ഇപ്പൊ കോളനിക്കാരെയും കൂട്ടിക്കൊണ്ടു വന്നാൽ തടയുന്നോ? പൈലിംഗ് തടയാൻ പോകുന്ന വിവരം അയാൾ നേരത്തെ തന്നെ വിളിച്ചറിയിച്ചിരുന്നു. എന്നിട്ട് നമ്മൾ പോലീസുമായി ചെന്ന് പണി തുടരണമെന്ന്. അയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? അയാൾ എന്തെങ്കിലും ബുദ്ധി കണ്ടിട്ടുണ്ടാവും മിസ്റ്റർ തോമസ്. അല്ലാണ്ട് ഇങ്ങനെയൊന്നും ചെയ്യില്ല. റാവുത്തരെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറ. എന്തെങ്കിലും ഒന്ന് പറ. അവന്മാര് പോലീസിനെയും കൊണ്ടുവന്ന് പണി തുടങ്ങിയ പ്രശ്നമാണ്. നീ പോയി അവനോട് ഇങ്ങോട്ട് വരാൻ പറ, ആ സ്വാമിയോട്.
എന്താ? നീ പോയി അവന്മാരോട് ഒന്നുകൂടി സംസാരിക്കണം. ഞങ്ങൾക്ക് വാവുകൊണ്ട് പറയാൻ അറിയില്ല, കൈകൊണ്ട് പറയാനേ അറിയുള്ളൂ. നീ ഒന്ന് പറ, കേട്ടില്ല ഞങ്ങൾ പറഞ്ഞോളാം. Vietnam Golniki! Vietnam Golniki! Vietnam Golniya Totti Galichar! Vietnam Golniya Totti Galichar! Akkali Tikali Police! Akkali Tikali Police! Vietnam Golniya Totti Galichar! Vietnam Golniya Totti Galichar! Akkali Tikali Police! Akkali Tikali Police! Vietnam Golniya Totti Galichar! Vietnam Golniya Totti Galichar! Akkali Tikali Police! Akkali Tikali Police! Pullane! Pullane! Police Battalam Pullane! എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ പണി തടയാനാണെങ്കിൽ അത് സാധ്യമല്ല. ഇത് കമ്പനിക്കാരുടെ സ്ഥലമാണ്. അവർക്ക് പണി നടത്താൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമാണെന്ന് വന്നാൽ ഞങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് തടയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ സ്റ്റേ മേടിച്ചുകൊണ്ട് വരണം. സ്റ്റേ മേടിക്കുന്നത് ഏത് വകുപ്പിലാ? വല്ലവരുടെയും കെട്ടിടത്തിൽ വാടക കൊടുക്കാതെ കയ്യേറി താമസിക്കുന്നവര് ഏത് വകുപ്പിലാ സ്റ്റേ മേടിക്കുന്നത്? മിസ്റ്റർ തോമസ്, നിങ്ങളൊരു വക്കീല് മാത്രമല്ലേ, അല്ലാതെ കോടതിയൊന്നുമല്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ നിയമവും വകുപ്പും കോടതി ഒന്നും പഠിപ്പിക്കേണ്ട. ഈ മണ്ണിൽ ജനിച്ചു വളർന്ന മനുഷ്യരാണിവർ. അവർക്ക് ഇവിടെ താമസിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത് ഏത് വകുപ്പാണ്, ഏത് കോടതിയാണ്? ശരിയാണ്, നിങ്ങൾ പറയുന്നത് സത്യമാണ്. ഞങ്ങളുടെ ഈ പയരും കൊണ്ട് നിങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാവാം. നിങ്ങളുടെ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴും, അതൊക്കെ വാസ്തവം തന്നെ. എന്ന് വെച്ച് ഞങ്ങൾക്കിവിടെ കൺസ്ട്രക്ഷൻ നടത്താതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന സകല നാശനഷ്ടങ്ങൾക്കും ഞങ്ങൾ നഷ്ടപരിഹാരം തരാൻ തയ്യാറുമാണ്. നിങ്ങൾ എന്ത് തരുമെന്നാ? ഇടിഞ്ഞു വീഴുന്ന കെട്ടിടങ്ങൾ ഒരുപക്ഷെ കെട്ടിത്തരാൻ പറ്റുമായിരിക്കും. ഒരു ജീവൻ നഷ്ടപ്പെട്ടാലോ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റുമോ? പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? നിങ്ങൾ കൂടുതലായി ഒന്നും ചെയ്യണ്ട, പണി നിർത്തിയാൽ മതി. അത് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? വേണമെങ്കിൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങൾ എന്തിനു വേണ്ടിയാ മൂസ സെറ്റുമായി കേസ് പറയുന്നത്? 3 സെന്റ് സ്ഥലം വേണമെന്ന് പറഞ്ഞല്ലേ? അത് തരാൻ ഞങ്ങൾ തയ്യാറാണെങ്കിലോ? മൂസ സെറ്റിന്റെ കയ്യിൽ നിന്ന് ഈ സ്ഥലം ഞങ്ങൾ മേടിച്ചോളാം. ഇവിടുത്തെ കെട്ടിടങ്ങൾ നിങ്ങൾക്ക് പൊളിച്ചോണ്ടും പോവാം. പറ, നിങ്ങളുടെ തീരുമാനം എന്താ വെച്ചാ പറ. അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല, ഇവരാണ്. ഇവരുടെ നേതാക്കന്മാരാണ്. അവരുമായി ആലോചിച്ചതിന് ശേഷമേ അതിന് മറുപടി പറയാൻ പറ്റൂ. മതി, അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഈ പണി ഞങ്ങൾ നിർത്തിവെക്കാം. ഒരു സ്വാമി, സ്വാമി, ഞാൻ പറയണതൊന്ന് കേക്ക്. ഇത് കുഴപ്പാണ്. ഒടുക്കം യുവമാരൊന്നും ഇവിടുന്ന് ഒഴിഞ്ഞു പോവില്ല. കമ്പനിക്ക് കമ്പനിയുടെ സ്ഥലത്ത് പോലും പണി ഉറങ്ങാനും പറ്റില്ല. അതാണ് ഇപ്പൊ ഉണ്ടാവാൻ പോണത്. സ്വാമി ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരൊക്കെ എങ്ങനെ ഒഴിഞ്ഞു വരുന്ന സ്വാമി പറയണേ? അവകാശം മേടിച്ച് ആരെങ്കിലും പോകാന്ന് സമ്മതിച്ചാൽ തന്നെ റാവുത്തർ വിടോ, സ്രാങ്ക് വിടോ, ഇരുമ്പ് വിടോ, കൊന്നുകളയില്ലേ ഇവന്മാരെ എപ്പോഴാ ഇടയാന്ന് ആർക്കറിയാ? അതുകൊണ്ടാണ് ഞാൻ ഈ പറയണേ. സ്വാമിയുടെ ഈ വക ബുദ്ധി ഒന്നും ഇവിടെ ചെലവാവില്ല. ഒന്നുമില്ലടോ കെ ജോസഫേ, താൻ നോക്കിക്കോ. ആദ്യം ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരാമെന്ന് സമ്മതിക്കുന്നത് ഈ റാവുത്തരും ജോണും ശ്രാങ്കും ആയിരിക്കും. അവന്മാരിവിടെ നിന്ന് പോകാത്തതും മറ്റുള്ളവരെ പോകാൻ സമ്മതിക്കാത്തതും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഇനി അതിൽ പിടിച്ചാടോ ഈ കൃഷ്ണമൂർത്തി കളിക്കാൻ പോകുന്നത്? തീക്കളിയാ സ്വാമി, തീക്കളി. തീ കണ്ടാൽ പേടിച്ചോടുന്നവനല്ലടോ, അതടക്കാനും അണയ്ക്കാനും മന്ത്രമറിയാവുന്നവനാണ് ബ്രാഹ്മണൻ. താൻ കണ്ടോ? ഇപ്പൊ കമ്പനി നമുക്ക് വെച്ച് നീട്ടിയിരിക്കുന്ന ഈ 3 സെന്റ് സ്ഥലം ഇവിടെ ഒരാളും മേടിക്കരുത് എന്ന് റാവുത്തരും ജോണും ശ്രാങ്കും പറയുന്നതിൽ കാര്യമുണ്ട്. അതുപോലെ തന്നെ മൂസ സേട്ടുവുമായിട്ടുള്ള കേസിൽ നമ്മൾ ജയിച്ചാലും കിട്ടാൻ പോകുന്നത് ഇതേ 3 സെന്റ് തന്നെയല്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്നതിലും കാര്യമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ജോണും ശ്രാങ്കും റാവുത്തരും പറയുന്നത് അനുസരിക്കണമെന്നാണ്. കമ്പനി ഇപ്പൊ വേറെ സ്ഥലം തരാമെന്ന് സമ്മതിച്ചിരിക്കുന്നത് അത് നമ്മുടെ അവകാശമാണ് എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, നമ്മുടെ ഈ ശക്തിയും യോജിപ്പും കണ്ട് പേടിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഇത്രയും കാലം കേസ് പറഞ്ഞിട്ടും ഒരു നുള്ളു മണ്ണ് പോലും തരില്ല എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പൊ എല്ലാ അവകാശവും തരാമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ശക്തിയും യോജിപ്പും എന്നും ഉണ്ടാവണം. അല്ലാതെ ഇപ്പൊ തരുന്ന 3 സെന്റ് സ്ഥലവും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും ഛിന്ന ഭിന്നമായി പോയാൽ നഷ്ടപ്പെടാൻ പോകുന്നതും ഇതേ ശക്തിയും യോജിപ്പും തന്നെയാണ്. ഇപ്പോ നമ്മൾ കമ്പനിയോട് ആവശ്യപ്പെടേണ്ടത് ഇതാണ്: നമുക്ക് 3 സെന്റ് സ്ഥലം വീതം മാത്രം തന്നാ പോരാ എന്നും അതൊന്നായിട്ട് തരണമെന്നും അവിടെ താമസിക്കാൻ ഇതുപോലൊരു കോളനി പണിത് തരണമെന്നും പറയണം. ഈ റാവുത്തരും ജോണും ശ്രാങ്കും എല്ലാം നമ്മുടെ നേതാക്കന്മാരായിട്ട് അവിടെയും ഉണ്ടാവണം. എന്ത് പറയുന്നു? സാധ്യമല്ല. കമ്പനി തരുന്ന 3 സെന്റും മേടിച്ച് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ഈ ദുഷ്ടന്മാരുടെ കൂടെ ജീവിക്കാൻ ഇനി ഞങ്ങൾക്ക് വയ്യ. ഈ കോളനി ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു തരണമെന്ന് പറയുന്നത് ഇവന്മാർക്ക് അവിടെയും പിരിവ് നടത്തി ജീവിക്കാനാ. സകല വൃത്തികേടുകളും ചെയ്യാൻ സ്ഥലമുണ്ടാക്കാനാ. ഇത്രയും കാലം ഞങ്ങൾ ഇത് സഹിച്ചു. ഇനി സഹിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. എല്ലാരോടും കൂടിയാ പറയണത്. ഈ കോളനി ഇവിടെ നിന്ന് വേറൊരിടത്തേക്ക് മാറ്റിത്തരാൻ ഞാൻ കമ്പനിയോട് പറയാൻ പോവുക. കമ്പനി അതിന് തയ്യാറായാൽ എല്ലാരും ഇവിടെ നിന്ന് ഒഴിയും. മനസ്സിലായോ? പോയിക്കോ, പോയിക്കോളാൻ. ആ പക്ഷെ ഞാൻ പറയുന്നത് അവരുടെ ഈ ഡിമാൻഡ് നമ്മൾ അംഗീകരിക്കാൻ പാടില്ല എന്നാണ്. താൻ എന്താണോ ഈ പറയുന്നത്? ഇത്രയും നാൾ അവരെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കാൻ നടന്നിട്ട് ഇപ്പൊ അവര് നമ്മുടെ വഴിക്ക് വന്നപ്പോ സാർ ഇയാൾക്ക് എന്താ വട്ടുണ്ടോ? എന്താ മിസ്റ്റർ കൃഷ്ണമൂർത്തി ഇത്? നമ്മൾ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ച കാര്യങ്ങൾ തന്നെയല്ലേ അവരിപ്പോ ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെന്താ സാർ, കോളനിക്കാരെ എനിക്കറിയാവുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇന്ന് നമ്മൾ ഇത് അംഗീകരിച്ചു കൊടുത്താൽ നാളെ അവരുടെ ഡിമാൻഡ് വേറൊന്നായിരിക്കും, അടുത്ത ദിവസം മറ്റൊന്നായിരിക്കും. മാത്രമല്ല, നമ്മൾ ഇത് അവർക്ക് വെച്ച് നീട്ടുന്ന ഔദാര്യമായിട്ട് ഒരിക്കലും അവർക്ക് തോന്നരുത്. നമ്മുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് മേടിച്ചെടുക്കുന്ന അവകാശമായിട്ടാണ് അവർക്ക് തോന്നേണ്ടത്. നാളെ നിങ്ങൾ രണ്ടുപേരും കോളനിയിലേക്ക് വരണം. എന്നിട്ട് അവരുടെ മുമ്പിൽ വെച്ച് പറയണം അവരുടെ ഈ ഡിമാൻഡ്സ് ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. താനെന്താ ഞങ്ങളെ കോളനിയിലേക്ക് കൊണ്ടുപോയി കൊലിക്കൊടുക്കാൻ പോകുന്നു? ഒന്നും ഉണ്ടാവില്ല സാർ, ധൈര്യമായിട്ട് വരണം. ഞാനില്ലേ അവിടെ.